നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 2016 മുതൽ 26 വരെ ഉള്ളത് പഠിപ്പിച്ചിരുന്നു. ആരൊക്കെ പഠിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടം പറഞ്ഞില്ല. അത് പരീക്ഷയ്ക്ക് വരാറുണ്ട് എന്നൊക്കെ ചിലർ പരാതി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലെ കുറച്ച് ചോദ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ഒരു പ്രധാനപ്പെട്ട 10 ചോദ്യം എടുത്തിട്ടുള്ളത്. ഈ 10 ചോദ്യം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം. ഒറ്റ തവണ ഞാൻ എല്ലാം പറയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, പാഠപുസ്തകം എത്തുന്നതിന് മുൻപ് ഓണം നേരത്തെ എത്തിപ്പോയ കാലഘട്ടം ഏതാണ്? 2011-16 പ്രത്യേക പ്രതിഭാസമായാണ് അത് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ ഇത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നൈറ്റ് ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അസന്മാർഗിക പ്രവർത്തനങ്ങൾ തടയുന്നതിന് നമുക്ക് പവർ കട്ട് അഥവാ ലോഡ് ഷെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മന്ത്രി ആരാണ്? UDF മന്ത്രിയാണ്. ആരാണ്? ശ്രീ ആര്യാട് മുഹമ്മദ്. മറക്കരുത്. 3, മഴവിലിന്റെ നിറങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അത് പഠിക്കാനുള്ള പാഠഭാഗം വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റിൽ പഠിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം, ഒരു പ്രത്യേക കാലഘട്ടം. നമ്മൾ ആദ്യം പറഞ്ഞ 2011-16 കാലഘട്ടം. ഇത് UDF സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നാലാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി സാക്ഷാത്കരിച്ചു. ആ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കടമല്ലാതെ അനുവദിച്ച തുക എത്ര രൂപ? 0. 5, അന്താരാഷ്ട്ര വിപണിയിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ അതിന്റെ എത്ര അംശമാണ് ഇന്ത്യയിൽ കൂടുന്നത്? ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഒരു പ്രമുഖ BJP നേതാവ് ശ്രീ മുരളീധരൻ ജി, അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇത് കണ്ടുപിടിച്ച് തന്നത്. അതായത് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു, പക്ഷെ ഇന്ത്യയിൽ അതിന്റെ എത്ര ശതമാനമാണ് കൂടുന്നത്? ഒരംശം. അത് കണ്ടുപിടിച്ച ആളുടെ പേര് ചിലപ്പോൾ ചോദിക്കുന്നത്, ശ്രീ മുരളീധരൻ ജി. 6, സ്വപ്ന സുരേഷിനെ എല്ലാവർക്കും അറിയുന്നതാണ്, മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചൊരു കേസാണ്. അപ്പൊ ആ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ശേഷം ഈ പാവപ്പെട്ട സ്ത്രീക്ക് ജോലി കൊടുത്ത് സംരക്ഷിച്ച സ്ഥാപനം ഏത്? നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്ലൂ തരാം. സംഘപരിവാർ ബന്ധമുള്ള ഒരു NGO ആണ്. ഏതാണ്? നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. പേര് HRDS. എല്ലാം മറന്നു നിങ്ങൾ. 7, കള്ളപ്പണം പിടിച്ചെടുത്ത ശേഷം മോദിജി നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ, ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചത് അറിയാലോ. അങ്ങനെ എത്ര രൂപ വെച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും അക്കൗണ്ടിൽ കിട്ടിയത്? പറയും. അത് വെക്കാൻ ഞാൻ ഈ മാർക്കറി ബോർഡൊക്കെ വാങ്ങിച്ചത് 200 രൂപയായി. എത്ര രൂപ വെച്ചാണ് കിട്ടിയത്? 15 ലക്ഷം. നന്ദി വേണം കേട്ടോ, നന്ദി. 8, ഇപ്പോൾ സ്കൂളുകളിൽ ചില ദിവസം കുഴിമന്തി കൊടുക്കുന്നത് നമുക്കറിയാം. നമ്മൾ മുൻപ് ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേരളത്തിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു നോൺ വെജ് ഐറ്റം ആദ്യമായി കോഴിക്കോട് ഒരു സ്കൂളിൽ നേരത്തെ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരുന്നു. ഏതാണ് ആ വിഭവം? ഏതാണ് ആ ഫുഡ് ഐറ്റം? നോക്കൂ, എലിമന്തി. മറക്കരുത്. 9, പ്രധാനപ്പെട്ട ചോദ്യം, വളരെ റെലവന്റ് ആണ്, കറണ്ട് അഫയർ ആണ്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതിനു മുമ്പ് ഒരു കോൺക്രീറ്റ് പാലത്തിന് ചിതലരിച്ച് അത് ഇടിഞ്ഞു വീണ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാവും. ആ പാലത്തിന്റെ പേരെന്ത്? കുറ്റം പറയാം, പാലാരിവട്ടം പാലം. ലീഗിന്റെ സമയത്താണ് ഈ കാര്യങ്ങൾ നടന്നത്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. 10, കേന്ദ്രത്തിന് അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് എല്ലാ സംസ്ഥാനത്തിനും വിഹിതം കൊടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ 100 രൂപയ്ക്കാണെങ്കിൽ ഇത്ര രൂപ സംസ്ഥാനങ്ങൾക്ക് എന്ന നിലയിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന വിഹിതം ഓരോ 100 രൂപയ്ക്ക് ബീഹാറിന് 70 രൂപ കിട്ടുന്നു, ഉത്തർപ്രദേശിന് ഏകദേശം 50ഓളം രൂപ കിട്ടുന്നു. കേരളത്തിന് എത്ര രൂപയാണ് കിട്ടുന്നത്? കേരളത്തിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന തുക വെട്ടിക്കുറയ്ക്കാണ് ഉണ്ടായത്. അതിന്റെ കാരണം കേരളം നല്ല ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയ സംസ്ഥാനവും ജനസംഖ്യ നിയന്ത്രിക്കുന്ന സംസ്ഥാനവും ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ ആ വെട്ടിക്കുറയ്ക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ 100 രൂപയ്ക്ക് 20 രൂപയാണ് കേരളത്തിന് കിട്ടുന്നത്, ഏറ്റവും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന്. 11ാമത് ഒരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ 10 ചോദ്യം പ്രധാനമാണെന്ന് പറഞ്ഞു. 11ാമത്തത് ബോണസ് ചോദ്യമാണ്. കാരണം നിങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് 11ാമത്തെ ബോണസ് ചോദ്യം ഞാൻ തരാം, പക്ഷെ ഉത്തരം ഞാൻ പറയില്ല. ആ കാലികൾ എന്റേതാണ് എന്ന് പറഞ്ഞത് കൊച്ചിൻ ഹനീഫയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാൽ കേരളത്തിൽ ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഒരു കാവ്യം ഉയർന്നു വരാറുണ്ട്. അതായത് ആ കല്ലുകൾ ഞങ്ങളുടേതാണ്. ഇത് രചിച്ച പാർട്ടി ഏതാണ്? ഉത്തരം ഞാൻ പറയില്ല, ഉത്തരം നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. നോക്കൂ കുട്ടികളെ, പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അതെല്ലാം ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര മെനക്കെട്ട് ക്ലാസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ഒന്നും മറക്കാതെ പഠിക്കണം. എല്ലാവരും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്.